Namaste. Welcome to Annie's Kitchen and you're watching Annie's Kitchen with Annie. ഇന്ന് റെസിപ്പിയുടെ വിശേഷങ്ങൾ പറയുന്നതിന് മുന്നേ തന്നെ എനിക്ക് ഇന്ന് ഏറ്റവും കൂടുതൽ സന്തോഷ വാർത്ത പറയാനുള്ള എന്നാണെന്നറിയാമോ? ഇന്ന് ആനീസ് കിച്ചണിൽ വരാൻ പോകുന്ന വേറെ ആരുമല്ല, നമ്മുടെ സ്വന്തം ജനാർദ്ദൻ ചേട്ടനാണ് വരാൻ പോകുന്നത്. എന്നാ സന്തോഷമല്ലേ? ആക്ച്വലി ജനാർദ്ദൻ ചേട്ടൻ ഏറ്റവും കൂടുതൽ ഏട്ടൻ്റെ പടത്തിലാണ് ഏറ്റവും കൂടുതൽ ഞങ്ങളുടെ ഇതിൽ വർക്ക് ചെയ്തിട്ടുള്ളത്. ഞാൻ 2-3 പടവേ മാക്സിമം വർക്ക് ചെയ്തിട്ടുള്ളൂ. പക്ഷേ സന്തോഷം ജനാർദ്ദൻ ചേട്ടൻ വരുന്നു എന്ന് പറഞ്ഞപ്പോൾ. അപ്പോൾ ചേട്ടന് വേണ്ട എന്നാന്ന് വെച്ചാൽ ഇന്ന് മട്ടൺ റോസ്റ്റാണ് വേണമെന്ന് പറഞ്ഞേ. മട്ടൺ കറിയോ മട്ടൺ റോസ്റ്റോ, പക്ഷെ മട്ടൺ കറിയാണ് പുള്ളിക്ക് ഏറ്റവും ഇഷ്ടം. അപ്പോൾ അത് ചെയ്യാമെന്ന് വിചാരിച്ചു. ആസ് യൂഷ്വൽ നമ്മുടെ മട്ടൺ കറി ചെയ്യുന്ന പോലെ തന്നെ ഉള്ളൂ ഈ പ്രാവശ്യവും ചെയ്യുന്നത്. പക്ഷെ എന്നാലും കുറച്ചൊരു ഡിഫറെൻ്റ് ആയിട്ട് അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ എന്നാ പറയുക, ഇന്നത് വേണമെന്ന് പറഞ്ഞപ്പോൾ തന്നെ മട്ടനെ പറ്റി തന്നെ പല കഥകൾ പറഞ്ഞു. അതായത് ഇന്ന ആട് വേണം, മറ്റേ ഭാഗം ഇന്നത് തന്നെ എടുക്കണം എന്നൊക്കെ കുറേ പറഞ്ഞിട്ടുണ്ട്. ദൈവാനുഗ്രഹിച്ച് അതൊക്കെ പാലിച്ചുകൊണ്ട് തന്നെ മട്ടൺ മേടിച്ചു. ഇനി അറിയാൻ മേല, കഴിച്ച് കഴിയുമ്പോൾ എന്നാ പറയുമെന്നുള്ളത് അറിയത്തില്ല. പക്ഷെ എന്നാലും ഈ പറഞ്ഞ പോലെ ചെയ്യുന്നത് നിറമനസ്സോടുകൂടിയും സന്തോഷത്തോടെയും മാത്രമാണ് ഞാൻ എല്ലാ റെസിപ്പിയും ചെയ്യാൻ പോകുന്നത്. ഇന്ന് ചെയ്യാൻ പോകുന്നത് ജനാർദ്ദൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള മട്ടൺ കറിയാണ് ചെയ്യുന്നത്. ആസ് യൂഷ്വൽ നമ്മുടെ വീട്ടിൽ ചെയ്യുന്ന അതേ കാര്യങ്ങൾ തന്നെയാന്നു. പക്ഷേ എന്നാന്ന് വെച്ചാൽ നമ്മൾ സാധാരണ മല്ലിപ്പൊടി മുളക് പൊടി അങ്ങനെ ഇട്ടേച്ചല്ലേ ചെയ്യുന്നത്. ഈ പ്രാവശ്യം ഏട്ടൻ്റെ അമ്മ പഠിപ്പിച്ച സെയിം റെസിപ്പി തന്നെ റിപ്പീറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. റിപ്പീറ്റ് മീൻസ് എപ്പോഴും വീട്ടിലത് ചെയ്യുന്നത് അങ്ങനത്തെ ഒരു നാടൻ വിഭവം എന്ന് പറയുമ്പോൾ എപ്പോഴും അമ്മ പഠിപ്പിച്ച ആ ഒരു കറി. അത് ശരിക്കും നമ്മൾ പൊടികൾ എടുക്കാതെ അമ്മ കൈപ്പിടി കണക്കാണ് ഏറ്റവും കൂടുതൽ എന്നോട് പറഞ്ഞു തന്നിട്ടുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള മസാലാസ് എന്ന് പറഞ്ഞാൽ റോ ആയിട്ടാണ്. അത് റോ ആയിട്ട് എടുത്തേച്ച് നമ്മൾ എന്നാ ചെയ്യണം, ഡ്രൈ റോസ്റ്റ് ചെയ്യണം. ഡ്രൈ റോസ്റ്റ് ചെയ്യുമോ അല്ലെങ്കിൽ ഇച്ചിരി എണ്ണ ഒഴിച്ചേച്ച് ചെയ്യുമോ എന്നതാണേലും നമുക്ക് ഏതാ മോസ്റ്റ് കൺവീനിയൻ്റ് എന്ന് വെച്ചാൽ അത് ചെയ്തേച്ചാൽ മതി. ഡ്രൈ റോസ്റ്റ് ആയിരിക്കും ഏറ്റവും എളുപ്പം. കാര്യം എന്നാണെന്നറിയാമോ? ഒരു കാര്യം പറയട്ടെ, നമ്മൾ പിന്നെ എണ്ണ ഒഴിക്കുമല്ലേ, അപ്പോൾ പിന്നെ അതും എണ്ണ ഇതും എണ്ണ എല്ലാം കൂടെ ആകുമ്പോൾ ഭയങ്കര ഒരു ഓയിലി ഫീലിംഗ്. പിന്നെ മട്ടൺ ആണെങ്കിൽ ബേസിക്കലി കുറച്ച് കൊഴുപ്പ് ഉള്ള ഒരു മീറ്റാണ്. അപ്പോൾ അതെല്ലാം കൂടെ ആകുമ്പോഴത്തേന് എന്താ പറയുക, ഹെവി ആയിരിക്കും ആ ഓയിൽ കണ്ടൻറ്റും ഫാറ്റ് കണ്ടൻറ്റും എല്ലാം കൂടെ. അതുകൊണ്ട് മസാല തൽക്കാലം ഞാൻ ഡ്രൈ റോസ്റ്റ് ചെയ്യുക. ഇനി അതിനുള്ള വേണ്ടിയ ഇൻഗ്രീഡിയൻസ് എന്നാന്ന് വെച്ചാൽ, ഇപ്പോൾ ഫസ്റ്റ് വേണ്ടിയത് നമുക്ക് കുറച്ച് വറ്റൽമുളകാണ്. ഈ വറ്റൽമുളക് 1 കിലോയുടെ കണക്കാണെങ്കിൽ ഒരു 10-12 എണ്ണം സാധാ വറ്റൽമുളകാണെങ്കിൽ, അല്ല കാശ്മീരി ആണെങ്കിൽ ഒരു 20 എണ്ണോളം എടുക്കാം. കാശ്മീരിക്കുള്ള ഗുണം അറിയാം, നിറം കിട്ടും, കൊഴുപ്പ് ഉണ്ടാവും, അതെല്ലാം ചെയ്യാം. പക്ഷേ ഇത് ഞാൻ അമ്മ പറഞ്ഞു തന്ന പോലെ ചെയ്താൽ, അല്ലെങ്കിൽ 50-50 ബേസസ് ആണെങ്കിലും വറ്റൽമുളക് ചെയ്യാം. പിന്നെ വേണ്ടിയത് കുറച്ച് കുരുമുളകാണ്. ഇതൊരു 1 ടീസ്പൂൺ അല്ലെങ്കിൽ 1 ടേബിൾ സ്പൂണോളം ആവാവേ. പിന്നെ വേണ്ടിയത് കുറച്ച് മല്ലിപ്പൊടിയല്ല, മല്ലി. ഇത് ഒരു 1 കിലോ മട്ടൺ ആണെങ്കിൽ ഒരു 2 ഡെസേർട്ട് സ്പൂൺ കണക്കെടുത്തോളൂ. പിന്നെ വേണ്ടിയത് കുറച്ച് ഗ്രാമ്പു, അതായത് ഒരു 3-4 ഗ്രാമ്പു. ഇത് കുറച്ച് പെരിഞ്ജീരകമാണ്, അത് 1 ടീസ്പൂണോളം. പിന്നെ ഉള്ളത് ഏലക്ക, ഒരു 3-4 എണ്ണം. ഇതൊരു സാദാ ജീരകം, നമ്മുടെ സാദാ തോരനൊക്കെ അരയ്ക്കുന്ന സാദാ ജീരകം, അതും 1 ടീസ്പൂണാണ്. പിന്നെ ഉള്ളത് പട്ട ഒരു കഷ്ണോളം മതിയാവും. പിന്നെ വേണ്ടിയത് കുറച്ച് സവാള മീൻസ് 2 വലിയ സവാളയോ അല്ലെങ്കിൽ ഒരു മീഡിയം സൈസ് ഒരു 4 ചെറിയ സവാള. പിന്നെ ഉള്ളത് ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും പേസ്റ്റാ. ഇതൊരു 1.5 ടീസ്പൂൺ, 1 കിലോ ആണെങ്കിൽ ഒരു 2 ടീസ്പൂണോളം ചേർക്കാം. പിന്നെ വേണ്ടിയത് ഉപ്പ് ആസ് യൂഷ്വൽ. പിന്നെ 2-3 പൊടി പിന്നെ വേണം. ഒന്ന് മഞ്ഞൾപ്പൊടി, നമ്മൾ വറ്റൽമുളക് ചേർക്കുന്നുണ്ട്, അതനുസരിച്ച് വേണം മുളക് പൊടി ചേർക്കാൻ. ഞാനിവിടെ 50-50 ബേസസ് എടുക്കുന്നുണ്ട്. കുറച്ച് കറിക്ക് കൊഴുപ്പും നിറവും വരാൻ വേണ്ടിയിട്ടാണ് കുറച്ച് കാശ്മീരി മുളക് പൊടി എടുത്തത്. ഇത് 50-50 ബേസസ് ഞാൻ ചേർക്കത്തുള്ളൂ. അതായത് വറ്റൽമുളക് ചേർക്കുന്നതിൻ്റെ പകുതി ഇതും കൂടെ ചേർക്കണം, അല്ലാന്നുണ്ടെങ്കിൽ കറിക്ക് ഒരു നിറവും കൊഴുപ്പും ഒന്നും വരികയില്ല. അപ്പോൾ അതുണ്ട്. പിന്നെ ഉള്ളത് കുറച്ച് തൈര്, തക്കാളിക്ക് പകരം തൈരാണ് ചേർക്കുന്നത്. പിന്നെ കുറച്ച് കറിവേപ്പില വേണം. അതല്ല, ഇതാ കണ്ടോ, ഞാൻ മേടിച്ചേക്കുന്ന മട്ടൺ ഏകദേശം 1 കിലോ ആ. ഈ 1 കിലോയ്ക്കുള്ള കണക്കാണ് ഞാനിപ്പോൾ എടുത്തേക്കുന്നത്. ഇപ്പോൾ ഫസ്റ്റ് ഞാൻ ചെയ്യാൻ പോകുന്നത് എന്നാന്ന് വെച്ചാൽ, നമുക്ക് ഈ ഡ്രൈ റോസ്റ്റ് കുറച്ച് ചെയ്യാനുള്ളല്ലോ, ആ മസാലയുടെ അളവ് മാത്രം ഒന്ന് നോക്കിക്കോളൂ. ഇവിടെ ഇപ്പോൾ ഫസ്റ്റ് ഇടാൻ പോകുന്ന വറ്റൽമുളകാണ്. വേണ്ട 8 വറ്റൽമുളക് ഇട്ടു. ഇനി 1 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ഇടുന്നത്. 1 ടീസ്പൂണോ കുറച്ച് കുരുമുളകിന് കുറച്ച് എരിവ് കൂടുതലോ വല്ലതും വേണം തോന്നുവാണെങ്കിൽ നമ്മുടെ എരിവിനനുസരിച്ച്, അല്ലെങ്കിൽ കുരുമുളകിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ അതനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. പിന്നെ വേണ്ടത് ഒരു 2 സ്പൂണ്
ഇതിപ്പോൾ ഒരു ടേബിൾ സ്പൂണും അല്ല, അതിനെക്കാളും കുറച്ച് കുറവാണ്. 2 സ്പൂണ് മല്ലി. ഇനിയിപ്പോൾ നമ്മൾ ഇടുന്ന ഈ മല്ലിയും മുളകും ഒക്കെ ഇച്ചിരി കുറവ് അങ്ങോട്ടും ഇങ്ങോട്ടും വരുവാണെങ്കിൽ ഇച്ചിരി പൊടി ചേർക്കാവുന്നേ ഉള്ളൂ. പിന്നെ ഒരു 3-4 ഗ്രാമ്പൂ, 1 ടീസ്പൂണ് പെരിഞ്ചീരകം, അതേപോലെ 1 ടീസ്പൂൺ ജീരകം. ജീരകത്തിൻ്റെ ചുവ ഒരുപാട് മുന്നിട്ട് നിൽക്കണ്ട, പെരിഞ്ചീരകത്തിൻ്റെ ഒരു നേർപകുതി ആയാലും മതി. പിന്നെ വേണ്ടത് ഒരു 3-4 ഏലക്ക, പട്ട 1 ഇഞ്ച് അത് മതിയേ. ഇതിനെ നമുക്കൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്യാം. വറ്റൽമുളകിൻ്റെ പരുവം എപ്പോഴും ശ്രദ്ധിച്ചോണം. അതൊരു ചെറിയ മുരിഞ്ഞു വരുമ്പോൾ ഒരു ഡാർക്ക് കളർ ആവത്തില്ല, അതായത് ബ്ലാക്കും അതൊന്ന് വീർത്ത് വരും, ഒരു ബ്ലാക്കിഷ് കളർ വരും. അത് അതിൻ്റെ ഒരു മൊത്തം ചേർത്തേക്കുന്ന സ്പൈസസ് ഒക്കെ മൊരിഞ്ഞു വരുമ്പം ഉണ്ടാവുന്ന ഒരു എന്താ പറയുക, നമ്മുടെ അറിവ്, ഇത് മൊരിഞ്ഞു എന്ന് നമുക്ക് തോന്നുവല്ലേ, ആ സമയം. ഓക്കെ, നമ്മുടെ മറ്റേ എന്താ പറയുക സ്പൈസസ് എല്ലാം നല്ലോണം മൂത്തിട്ടുണ്ട്. ഇനി ഒരുപാടിട്ട് മൂപ്പിച്ചാണ്ടല്ലോ ജീരകമൊക്കെ കരിഞ്ഞു പോകും. പിന്നെ ഈ ചെറു ചൂടോടുകൂടി തന്നെ നമ്മൾ മിക്സിയിലിട്ട് പൊടിച്ചാലേ അത് നല്ല ഫൈൻ പൗഡർ ആവത്തുള്ളൂ. ചെറു ചൂടെ ഇതേപോലെ എടുത്ത് ഇടുന്നത് എന്നാന്ന് വെച്ചാൽ ഇതിനകത്തോട്ട് ഇരുന്ന് കഴിഞ്ഞാൽ ഇത് ചിലപ്പോൾ ഒന്നുകൂടെ കയറി അങ്ങ് മൂക്കും. അപ്പം തന്നെ പൊടിക്കുവാന്നല്ലേ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? എനിക്ക് ടെൻഷൻ അറിയാം, ചിലപ്പോൾ എങ്ങാനും പൊടിഞ്ഞില്ലെങ്കിലും. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് വലിയ അടുപ്പ് കത്തിച്ച് വെച്ച് ആസ് യൂഷ്വൽ നമ്മൾ ചെയ്യുന്ന പോലെ എണ്ണ ഒഴിക്കുക. എണ്ണ വെളിച്ചെണ്ണ ഇസ് ദി ബെസ്റ്റ്. അതല്ല റിഫൈൻഡ് ഓയിൽ ആണെങ്കിൽ അങ്ങനെ ഏതാ നമ്മൾ ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ അത് ഉപയോഗിക്കാം. നോർത്തിലൊക്കെ ഏറ്റവും കൂടുതൽ റിഫൈൻഡ് ഓയിൽ അല്ലെങ്കിൽ കടുകെണ്ണ അങ്ങനെയൊക്കെ ഉപയോഗിക്കുക. നമ്മൾ മട്ടൻ കറി നാടൻ രീതിയിൽ വെക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ചെയ്യാനുള്ളത് വെളിച്ചെണ്ണ കേട്ടോ. അപ്പം എണ്ണ ചൂടായിട്ട് നമ്മൾ ഇതേണ്ട ഈ സവാള 1 കിലോയ്ക്ക് എപ്പോഴും നോക്കണം. വലിയ സവാള ആണെങ്കിൽ ഒരുപാട് ഇടണ്ട, മതിരിക്കും. അപ്പം എന്നാന്ന് വെച്ചാൽ മീഡിയം സൈസ് ആന്നേൽ ഒരു 3 എണ്ണം തന്നെ മിനിമം മതി. പിന്നെ എന്നാന്ന് വെച്ചാൽ മൊരിക്കുമ്പോൾ നല്ല അസലായിട്ട് അങ്ങ് മൊരിക്കുക. ബിരിയാണിക്ക് നമ്മൾ മൊരിക്കുമല്ലേ, വറുത്തിടത്തില്ലേ മേളിൽ എന്ന് പറഞ്ഞ പോലെ നല്ലോണം ഒന്ന് മൊരിച്ചെടുക്കും. അപ്പം നമ്മുടെ ഉള്ളി നല്ലതായിട്ട് മൂത്ത് കഴിഞ്ഞേ നോക്കിയാൽ അറിയാം. ഇനി എന്നാ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതിനകത്തോട്ട് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും പേസ്റ്റ് വാങ്ങി നമ്മൾ ഈ എന്താ പറയുക സ്റ്റോറിൽ നിന്ന് മേടിക്കുകയല്ലേ, അതാണ് ഞാനിവിടെ ഇപ്പോൾ ഉപയോഗിക്കാൻ പോകുന്നത്. അപ്പം മാക്സിമം പോയാൽ മട്ടൺ ആയതുകൊണ്ട് 2 ടീസ്പൂൺ. ഇഞ്ചി വെളുത്തുള്ളിയുടെയും പേസ്റ്റ് ഒന്ന് മൂത്ത് കഴിഞ്ഞാലേ നെക്സ്റ്റ് നമുക്ക് ആ പൊടികളൊന്ന് ചേർക്കാം. പൊടി എന്ന് പറയുമ്പോൾ നമ്മുടെ മഞ്ഞപ്പൊടി, മുളക് പൊടി ആദ്യം ചേർത്തൊന്ന് മൂത്തതിന് ശേഷം നമ്മുടെ മസാല ചേർക്കാം. കുറച്ചൊരു 1/2 ടീസ്പൂണോളം മഞ്ഞപ്പൊടി, അത് കഴിഞ്ഞിട്ട് ഒരു 2 ടീസ്പൂണോളം മുളക് പൊടി, കാശ്മീരിയാണേ. അതിനനുസരിച്ചിട്ട് ഞാൻ ഇതിനകത്ത് വറ്റൽമുളക് ചേർത്തിട്ടുള്ളൂ നമ്മുടെ പൊടിയിൽ. ചീനച്ചട്ടി കുറച്ച് കട്ടിയുള്ള പാത്രം ആയതുകൊണ്ട് പൊടി മൂക്കാൻ വലിയ താമസമൊന്നുമില്ല. അപ്പം ഞാൻ കുറച്ച് തൈര് ചേർക്കാൻ പോവാം. പുളിയില്ലാത്ത തൈരാണ്. അതല്ല തക്കാളി ചേർക്കണമെങ്കിൽ അത് ചേർത്താലും. ഇതിനകത്തോട്ട് ഞാൻ ഈ പറഞ്ഞ പോലെ കുറച്ച് നമ്മൾ പൊടിച്ചു വെച്ച മസാലയും കൂടെ ചേർക്കുവാണ്. ഒരു ഫുൾ ടീസ്പൂൺ മസാല ഇടുക.
ഇതിനകത്താണ് ഗരം മസാല കംപ്ലീറ്റ് ഉള്ളത്. അപ്പം നമ്മൾ അത് ഇട്ടേച്ച് പിന്നെ വേണമെങ്കിൽ ചേർക്കാം, എന്തായാലും വേണം. ഇതിനകത്തോട്ട് ആ എണ്ണ തെളിയാനായിട്ട് ഒരു ഇച്ചിരി വെള്ളം വേണേ ഒഴിക്കുക. നമ്മൾ ഒഴിച്ച വെള്ളം നല്ലോണം തിളച്ച് കഴിയുമ്പോൾ തന്നെ എണ്ണ തെളിയുന്നുണ്ടോ? ഇതെന്നാന്നോ, നമ്മൾ ആ പൊടി ഒന്ന് നല്ലതായിട്ട് മൂത്ത് കഴിയുന്നതുകൊണ്ടും അല്ലാതെ നമ്മുടെ ചട്ടി കുറച്ച് കട്ടിയുള്ള ചീനച്ചട്ടി എടുത്താൽ അങ്ങനെയാ വരിക. ഇത് പ്രഷർ കുക്കറിലും ചെയ്യാം. ഇനി ഇതിനകത്തോട്ട് നമ്മുടെ മട്ടൺ ഇടുക. ഏറ്റവും കൂടുതൽ ഇറച്ചി വേവിക്കുമ്പോൾ നമ്മൾ ആ ഇറച്ചിയിൽ നിന്ന് ഇറങ്ങുന്ന വെള്ളത്തിൽ തന്നെ വേവിച്ചാൽ ഏറ്റവും നല്ല രുചി എന്ന് പറയും. അത് ശരിയാണ്. പക്ഷേ ചില സമയമൊക്കെ അതിൽ നിന്ന് ഇറങ്ങുന്ന വെള്ളം തന്നെ പോരായിരിക്കും. ആ മട്ടനും ബീഫും ഒക്കെ വേവാൻ ഒരു ഇച്ചിരി സമയമെടുക്കും. അതുകൊണ്ട് നമ്മളൊരു ഇച്ചിരി വെള്ളം ഒഴിച്ചു കൊടുക്കുന്നതുകൊണ്ട് തെറ്റില്ല. അതിനു മുമ്പേ ഞാൻ കുറച്ച് കറിവേപ്പില ഇടണമുണ്ട്. ഇതുവരെ ഉപ്പിട്ടില്ല. ഇനി നെക്സ്റ്റ് ഒരു ടീസ്പൂൺ ഉപ്പിടാം. അത് ഞാൻ കൂടുതൽ ഇടുകയല്ല, കാര്യം എന്നാന്ന് വെച്ചാൽ ചിലപ്പോൾ എങ്ങാനും കൂടിപ്പോയാൽ എന്നെ എടുക്കും. ഇത് ടീസ്പൂൺ കണക്കല്ല, അതുകൊണ്ടാണ് ഞാൻ ഹാഫ് ഇടുന്നത്. എന്തായാലും ഒരു കാര്യം വ്യക്തമാണ്, നമ്മൾ ഏതുണ്ടാക്കിയാലും ഈ പറഞ്ഞ പോലെ ഈ ചീനച്ചട്ടിനകത്ത് മട്ടൺ വേവുന്ന ചരിത്രം ഉണ്ട്, സമയമെടുക്കും. അപ്പോൾ നമുക്ക് സമയപരിമിതി ഉള്ളതുകൊണ്ടും സമയക്കുറവുള്ളത് കൊണ്ടും നമ്മൾ എന്നാ ചെയ്യാൻ പോകുന്നത്, ഈ മസാല ഒന്ന് മൂത്ത് കഴിഞ്ഞാൽ ഞാൻ ഇതിനെ അങ്ങോട്ട് കുക്കറിലോട്ട് മാറ്റും. ഇനിയിപ്പോൾ എന്നാ ചീനച്ചട്ടിയിൽ ചെയ്തതെന്ന് വെച്ചാൽ കുക്കറിൽ ചെയ്താൽ അതിനൊരു വിസ്താരണം ഇല്ല. അപ്പോൾ എന്നാന്ന് വെച്ചാൽ ഞാൻ ചെയ്യുന്ന ഇൻഗ്രീഡിയൻസും അതിൻ്റെ മൂപ്പും ഒക്കെ കാണിക്കാൻ ഒരു ഇച്ചിരി പ്രയാസമാണ്. അന്നേരം അതുകൊണ്ടാണ് ചീനച്ചട്ടിയിലോട്ട് ഉണ്ടാക്കിയത്. അന്നേച്ച് എന്നാ ചെയ്യാൻ പോയി, ഇനി ഇത് കുക്കറിലോട്ട് മാറ്റി വെച്ച് വേവിച്ചെടുക്കണം. പക്ഷേ ഇത് ഇത്രയും സിമ്പിളാണ്, നമ്മൾ എല്ലാവരുടെ വീട്ടിലും നമ്മൾ ചെയ്യുന്ന ഒരു സാധനമാണ്. എന്നാൽ കുറച്ച് ഡിഫറെൻ്റ് എന്ന് പറയുന്നത് ഒരു ഇച്ചിരി ജീരകം ചേർക്കുന്നുണ്ട്. ദ വേ ഓഫ് പ്രൊസീജിയർ കുറച്ച് മാറ്റമുണ്ട്, അത്രേ ഉള്ളൂ. പക്ഷേ മിക്ക വീടുകളിലും ഇങ്ങനെ ചെയ്യുന്നുണ്ടാവും, ഞാൻ അവകാശപ്പെടുന്നില്ല ഞാൻ മാറ്റിയെന്നൊന്നും. പക്ഷേ ഒരു ചേഞ്ച് അത്രേ ഉള്ളൂ. ഞാൻ ഇതുവരെ കണ്ടതിൽ അമ്മ ചെയ്യുന്നതാണ് ഇങ്ങനെ ഞാൻ കണ്ടിട്ടുള്ളൂ. അമ്മ കൈപ്പിടി കണക്കാന്നു, പക്ഷെ എനിക്കത് അത്രയും ഒത്തു വരികയില്ല. അതുകൊണ്ടാണ് ഞാൻ സ്പൂണിലോട്ട് മാറിയേ. ഇനിയിപ്പോൾ എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മസാല കുറവുണ്ടെങ്കിലോ ഉപ്പ് കുറവുണ്ടെങ്കിലോ നമുക്ക് ചേർത്ത് മസാല ഒന്ന് മൂത്തതിന് ശേഷം കുക്കറിലോട്ട് മാറ്റിയിട്ട് ആ ഇറച്ചിയിൽ നിന്ന് ഇറങ്ങുന്ന എത്ര വെള്ളമാണോ അതിൽ നിന്ന് വേവിച്ചെടുക്കുന്ന ഏറ്റവും നല്ല. അപ്പോൾ നമ്മുടെ മട്ടൺ കറിയാക്കാം, അല്ലെങ്കിൽ റോസ്റ്റ് ആക്കാം, വാട്ട് എവർ യു വിഷ്. ഏതാ നമ്മുടെ ഇഷ്ടം അതാക്കാം. പിന്നെ കുരുമുളകിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുണ്ടെങ്കിൽ ഇച്ചിരി കൂടുതലിടാം. എനിക്കിപ്പോൾ ഈ മസാലയുടെ മണം വരുമ്പോൾ തന്നെ മനസ്സിലാവും ഇത്രയും മതി എന്നെ സംബന്ധിച്ച്. പിന്നെ ജനാർദ്ദന് ബേസിക്കലി റെസ്ട്രിക്ഷൻസ് അങ്ങനെ ഒരുപാടൊന്നുമില്ല, എരിവ് കുറവൊന്നോ അങ്ങനെ ഒന്നും പറഞ്ഞില്ല. അതുകൊണ്ട് ദൈവം അനുഗ്രഹിച്ച് നമ്മൾ മട്ടൻ കറിയൊക്കെ വെക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു മിനിമം എരിവ് അതേ ഞാൻ ചേർത്തിട്ടുള്ളൂ. അപ്പോൾ ഇനി ഒരു കാര്യം ചെയ്യാം, മട്ടൻ വേവിച്ച് മട്ടൻ്റെ കൂടെ ഒരു സ്പെഷ്യൽ എന്തെങ്കിലും അപ്പോ എന്നേലും ഒക്കെ ഉണ്ടാക്കണ്ടേ, അതിനുള്ള സമയം എനിക്ക് വേണം. മാത്രമല്ല എല്ലാം ഞാൻ തന്നെ സമയം എടുത്തു കഴിഞ്ഞാൽ ജനാർദ്ദൻ ചേട്ടനുമായിട്ട് സംസാരിക്കാൻ നമുക്ക് സമയം കുറവ് വരും. പക്ഷെ അതല്ലല്ലോ എൻ്റെ പ്രേക്ഷകരുടെ ആവശ്യം. അദ്ദേഹവുമായിട്ട് ഒരുപാട് നേരം സംസാരിച്ച് അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങൾ പങ്കിടാനാണ് നമുക്ക് എല്ലാവരും കാതോർത്തിരിക്കുന്നത്, അല്ലേ? നമസ്തേ. നമസ്കാരം. എത്ര നാളായി കണ്ടിട്ട്? 10-20 കൊല്ലമായി തോന്നുന്നത്. സുഖമായിട്ടിരിക്കുന്നോ? കുഴപ്പമില്ല, കൊണ്ടുപോകണു. അതെ, ഞങ്ങള് സർവമയ കണ്ടു, ഞാൻ കണ്ടു. ആ മുത്തശ്ശനെ പിടിച്ച് കൂട്ടിക്കൊണ്ട് പോകാൻ പോവാ. ഇങ്ങനെ ഒരു ഭയങ്കര സ്വീറ്റ് ഒരു മുത്തശ്ശൻ, ഭയങ്കര നല്ല ക്യാരക്ടർ, അസലായിട്ടിരിക്കുന്നു. അത് ക്യാരക്ടറിന്റെ ഗുണമാണ്, എൻ്റെ കൂടെ ഒന്നുമല്ലേ. അതുപോലെ സ്ക്രിപ്റ്റ് എഴുതുന്നവരുണ്ട്, അതുപോലെ ആ ഡയറക്ടർ ടേക്കിങ്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ട്
കാരണം നമ്മൾ സ്പെഷ്യലായിട്ട് അഭിനയൊന്നും കൊണ്ടുവന്നില്ല. ഉണ്ടല്ലോ, അത് എല്ലാ പടത്തിലും ഉണ്ടല്ലോ. ആ, ജനാർദ്ദന്റെ ഒരു പ്രസൻസ് എല്ലാ പടത്തിലും ഉറപ്പായിട്ടുണ്ട്. അത് അറിയിക്കുന്ന ഒരു ക്യാരക്ടറാണ് ചേട്ടൻ ചെയ്യുന്നത്. ചേട്ടൻ പെർഫോമൻസ് അങ്ങനെയല്ലേ, അത് ആരാ സമ്മതിക്കാത്ത? ഞാൻ സമ്മതിക്കും. നമ്മൾ അങ്ങനെ പെർഫോം ചെയ്യുന്ന ആളല്ലേ നമ്മള്. ദൈവാനുഗ്രഹം അല്ലേ ചേട്ടാ, ഇൻബോൺ ആണ്. അതും ഏറ്റവും അതിശയം എന്താ അറിയോ, ചേട്ടൻ എന്താ പറയാ എയർഫോഴ്സിലല്ലേ വർക്ക് ചെയ്തോണ്ടിരുന്നത്. അത്രയും പേഴ്സണാലിറ്റിയും അത്രയും ഗ്ലാം എല്ലാം ചെയ്ത് ചേട്ടൻ എങ്ങനെ ഈ ഫീൽഡിലേക്ക് വന്നേ, ഫിലിം ഫീൽഡിലേക്ക് വന്നേ? പേഴ്സണാലിറ്റി കണ്ടിട്ട് ആരെങ്കിലും വിളിച്ചു തന്നോ? അധികം നേരത്തെ പറഞ്ഞ പോലെ നമ്മളായിട്ട് വിചാരിച്ചാൽ ഒരിടത്ത് എത്താവുന്നില്ല. ഞാൻ ഒരുപാട് ട്രൈ ചെയ്തതാണ്. പൈലറ്റ് ആകണമെന്നായിരുന്നു ആഗ്രഹം. അതിനാണ് പോയി ചേർന്നത്. അത് കഴിച്ചപ്പോൾ അത് അവിടെ അത്ര നമുക്ക് ശരിയാവില്ല തോന്നി, അത് കളഞ്ഞു. പിന്നെ ഞാൻ SSBക്ക് സർവീസ് സെലക്ഷൻ ബോർഡിൽ അത് ലാസ്റ്റ് മൂമെന്റ് വരെ ഓക്കെ ആയിരുന്നു. അത് പോയി. അത് വേറെ കാര്യം അതൊക്കെ വെച്ചാൽ മറ്റുള്ള റെക്കമെൻഡേഷൻസ് വരുമ്പോഴത്തേക്ക് നമ്മൾ പുറത്തായി പോകും. നമ്മുടെ കഴിവിന് ഇതുണ്ടാവില്ല. കഴിവ് വേണം, എന്നാലും കഴിവിനേക്കാൾ ഉപരി ഈ മാതിരി സ്ഥലങ്ങളിലൊക്കെ മോളിൽ നിന്നുള്ള റെക്കമെൻഡേഷൻസ് വരും. അപ്പം അത് നമുക്ക് അപ്പം ഞാൻ തീരുമാനിച്ചു, നമുക്കുള്ള ഫീൽഡല്ല ഇത് ഡിഫൻസ്. എൻ്റെ നേരെ മൂത്ത ആൾ കേണലാണ്. എൻ്റെ ഫാദറിലെ വന്നിട്ട് ലെഫ്റ്റനന്റ് കേണലായിരുന്നു. ഒരുപാട് പേര് ഞങ്ങൾ വീട്ടിൽ ആർമി ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. പക്ഷെ അതുകൊണ്ടൊന്നും കാര്യമില്ല. എന്തോ നമുക്കറിയില്ല, നമ്മൾ അതിൽ നിന്നൊക്കെ വിട്ടുമാറി. പിന്നെ നമ്മൾ വിദ്യാഭ്യാസത്തിലേക്ക് തിരിച്ചു വന്നു. BCom പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് അടൂർ ഗോപാലകൃഷ്ണൻ്റെ ഒരു ഡോക്യുമെൻ്ററി, അത് കോളേജ് കഴിഞ്ഞ് ഞാനൊരു നാടകം അഭിനയിച്ചു. അത് ശ്രീവരാഹം ബാലകൃഷ്ണൻ എന്ന് പറഞ്ഞ ആളായിരുന്നു. പുള്ളിക്കാരനത് അതിൻ്റെ സംഘാടകൻ പുള്ളിയായിരുന്നു. പുള്ളിക്ക് എന്തോ ഇഷ്ടപ്പെട്ടിട്ട് പുള്ളി വിളിച്ചുള്ളത് ഈ അടൂർ ഗോപാലകൃഷ്ണൻ എടുത്തു. ആ സമയത്ത് അടൂർ ഗോപാലകൃഷ്ണൻ ചിത്രത്തിലേഖാ ഫിലിം സൊസൈറ്റി എന്ന് പറഞ്ഞിട്ട് പൂരാവിനിച്ചിട്ട് വന്ന കാലം ഒരു പുതിയൊരു സംഭവം തുടങ്ങിയതാണ്. അവരുടെ ആദ്യത്തെ ആണ് ഈ ഞാൻ പറഞ്ഞ ഒരു കുടുംബാസൂത്രണ ചിത്രങ്ങൾ ഡോക്യുമെന്ററി. അതിൽ മതിച്ചേട്ടനുണ്ടായിരുന്നു, അടൂർ പാസിയുണ്ട്, ജയഭാരതിക്കുള്ള ഒരു സെറ്റപ്പിലാണ്. അത് 1.5 മണിക്കൂറുള്ള ഒരു ഡോക്യുമെന്ററി, പ്രതിസന്ധി എന്നതിൻ്റെ പേര്. അപ്പം അത് അതിനകത്ത് 2-3 സീന് ഉള്ള ഒരു വേഷത്തിന് വേണ്ടിയിട്ട് പോയി. അതാണ് ആദ്യമായി ക്യാമറ ഫേസ് ചെയ്തത്. അതാണ് സുജാതയുടെ ആദ്യത്തെ പടം. അങ്ങനെയുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ അത് വിട്ടു നമ്മൾ. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് അവരുടെ പാട്ട് പോയി. പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അങ്ങനെ വന്ന് കറങ്ങി തിരിച്ചപ്പോൾ ഈ അഭിനയത്തിലുള്ള ഒരു അഭിരുചി തോന്നി. അറിയാതെ അത് കൊള്ളാലോ, നമുക്ക് പറ്റും തോന്നി. ഈ പറഞ്ഞ പോലെ തികച്ചും അപ്രതീക്ഷിതമായിട്ട് കൊല്ലത്തെ SK നായരെ കാണുന്നു. അങ്ങനെ തിരുവനന്തപുരത്ത് വന്ന് നിഷ്കർഷയിലേക്കുമ്പോൾ പുതിയ ആളുകളെ വെച്ച് പടം കൊടുക്കാൻ പോകുന്നു. അപ്പം അതിനു വേണ്ടി നമ്മൾ നോക്കിക്കളയാതെ ചെന്നതാണ്. പക്ഷേ ആ സമയത്ത് കാസ്റ്റിംഗ് മുഴുവൻ കഴിക്കുന്നത്. എല്ലാ കാസ്റ്റിംഗ് കഴിച്ച് ഷൂട്ടിങ് തുടങ്ങാൻ പോവുക. അപ്പോൾ പുള്ളി എന്തോ ഞങ്ങളെ കണ്ട് ഇഷ്ടമായി. പുള്ളി പറഞ്ഞു, ഈ സിനിമ അഭിനയിക്കുന്നതിന് മുമ്പ് സിനിമ ഒന്ന് പഠിക്കുക, എന്താണ് സിനിമ. അപ്പം എൻ്റെ കൂടെ നിൽക്കി കൊല്ലത്ത് വന്നു നമുക്ക് ഈ പടം ഷൂട്ട് ചെയ്യാൻ. അങ്ങനെ ഞാൻ എൻ്റെ പ്രൊഡക്ഷൻ മാനേജറായിട്ട് വർക്ക് ചെയ്തു. അതാണ് ചെമ്പരത്തി. കാണാം ഈ ടൈറ്റിലാത്തുള്ളൂ, വക്യം ജനാർദ്ദനുള്ള. അപ്പം അങ്ങനെയാണ് തുടക്കം. അവിടെ ചതിച്ച് അതിൻ്റെ ഷൂട്ടിങ്ങെല്ലാം കഴിച്ചപ്പോഴത്തേക്ക് നമുക്ക് വേറെ പണിയില്ലാതായി. അപ്പം ഞാൻ പറഞ്ഞു, സാറേ നമ്മുടെ പരിപാടിയൊക്കെ കഴിച്ചു പോയില്ലെങ്കിൽ ആ ഒരു കാര്യം ചെയ്യും, ആ മലയാള നാട്ടിൽ പോയി കാക്കനാടൻ്റെ BV സാറിൻ്റെ കൂടെ അവരുടെ കൂടെ ഒരു 6-7 മാസം വർക്ക് ചെയ്തു. അപ്പം നമുക്ക് അതിനെ പറ്റി ഒരു ചെറിയൊരു ഐഡിയ. അങ്ങനെ ഇരിക്കുമ്പോൾ പുള്ളിക്കാരൻ ഈ SK നായർ എന്ന് പറയുന്നത് അങ്ങനെ ഈ ഒരു കാഷ്യൂ മുതലാളിയായിരുന്നു. പുള്ളിക്കാരന് 3-4 കമ്പനിയുണ്ട്. ഇപ്പോൾ പാക്കേജിങ് ഇൻഡസ്ട്രി ഉണ്ട്, ഡാലിയ ഇന്റർനാഷണൽ എന്ന് പറഞ്ഞിട്ടുണ്ട്, പെർഫ്യൂം സംഭവമുണ്ട്. അങ്ങനെ ന്യൂ ഇന്ത്യ ഫിലിംസ്, ന്യൂ ഇന്ത്യ പല സംഭവമുണ്ട്. ഇതിൻ്റെ എല്ലാം കൂടി ഓഫീസ് താമസിക്കണം. അപ്പം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, നീ അവിടെ പോയിരുന്നു ഒരു ഇൻചാർജ് എനിക്ക് പകരം ഒരാളായിരുന്നു. അപ്പോൾ ദൈവാധീനമാണ്. അങ്ങനെ അവിടെ ചെന്നപ്പോൾ
താമസിക്കാൻ സൗകര്യം, അപ്സ്റ്റെയറിൽ ഒരു ജോലിക്കാരൻ, എല്ലാ സൗകര്യവും, സകല സൗകര്യങ്ങളും, ഒരു കാർ, ഒരു ഡ്രൈവറും. തമ്പുരാന്റെ അനുഗ്രഹം. അതെ. സത്യം. അങ്ങനെ അവിടെ നിന്ന് വർക്ക് ചെയ്യുമ്പോൾ ഇടയ്ക്ക് ചേംബറിൽ പോവുകയൊക്കെ ചെയ്യും. ഫിലിം ചേംബറിലൊക്കെ പോകേണ്ട ആവശ്യം. അങ്ങനെ ഒരു ദിവസം ഓഫീസിൽ ഇരിക്കുമ്പോഴത്തേക്കാണ് ഒരാൾ വന്നിട്ട് വിളിച്ചു, ഏട്ടനൊന്ന് കാണണമെന്ന് പറഞ്ഞല്ലോ. ഞാൻ ഏത് ഏട്ടൻ? ഒരു വെടിയില്ല. സംസാരിച്ച് പറഞ്ഞു, സാർ മനസ്സിലായില്ല എങ്ങനെയാണ്. ഞാൻ KS സേതുമാധവൻ്റെ അലിയനാണ്. എൻ്റെ പേര് KSR മൂർത്തി എന്നാണ്. അപ്പോൾ പുള്ളിക്കാരനൊന്ന് കാണണമെന്ന് പറഞ്ഞു. എപ്പോഴാണ് സൗകര്യം? ഞാൻ പറഞ്ഞു, ഞാനടിയാൻ എപ്പോൾ എവിടെ പോകാമല്ലോ. അപ്പോൾ തന്നെ അങ്ങനെ ഇവിടെ കാറിൽ കയറ്റി അവിടെ പോകും. പറഞ്ഞ ഉടനെ തന്നെ അപ്പം ഞാൻ ഓഫീസിൽ ഇരിക്കുന്നത്. ഓഫീസിൽ ഞാൻ സെറ്റായിരിക്കും. 11 മണിയൊക്കെയാണ്. അവിടെ ചെന്നപ്പോൾ അദ്ദേഹം ഒരു പേരപ്പതൊക്കെ വായിച്ചുകൊണ്ടിരിക്കുകയൊക്കെ. ഇപ്പം എന്നോട് ചോദിച്ചു, അഭിനയിക്കാൻ താല്പര്യമുണ്ടോ? ഞാൻ പറഞ്ഞു, താല്പര്യമുണ്ട്, പക്ഷേ സന്തോഷം ഉള്ളില് വിചാരിച്ചത് ചോദിച്ചു. അപ്പൊ നമ്മുടെ അടുത്ത പടത്തില് ഒരു 4 സീൻ 5 സീനുള്ള ഒരു ക്യാരക്ടറുണ്ട്. പ്രേംനസീറിന്റെ കൂട്ടുകാരനായിട്ടാണ്. അങ്ങനെ അതാണ് ആദ്യത്തെ കഥ. അതാണ് പടത്തിന്റെ പേര്. അപ്പൊ അന്നൊക്കെ നസീർ സാർ സൂപ്പർ സ്റ്റാർ ആണ്. സൂപ്പർ സ്റ്റാർ. അതിനകത്ത് അഭിനയിക്കുന്ന ആരൊക്കെയാ? നസീർ സാറ്, ഭാസിയേട്ടൻ, ഗോവിന്ദൻകുട്ടി, അതിനകത്ത് ഇല്ലാത്ത ആർട്ടിസ്റ്റ് ഇല്ല. നിങ്ങളൊക്കെ അന്ന് സൂപ്പർ സ്റ്റാറിന്റെ കൂട്ടുകാരനായിട്ട് അഭിനയിക്കാൻ നമുക്കറിയില്ലല്ലോ. അല്ല, അത് അറിഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് പറയാം, സന്തോഷമായി കാണും അല്ലേ? നമുക്കൊരു ഭയങ്കര ഒരു കാര്യമായി. പിന്നെ അപ്പൊ ഒരു എത്തിപ്പെടുകയില്ലാതിരിക്കുക. നമുക്ക് ആഗ്രഹമുണ്ട് മനസ്സിൽ അഭിനയിക്കണം. പക്ഷെ അത് ഇങ്ങനെ കിട്ടിയത് നല്ല വലിയൊരു ചാൻസ്. അത് ഈ പറഞ്ഞ പോലെ അരുണാചല സ്റ്റുഡിയോ എന്ന് പറഞ്ഞ സ്റ്റുഡിയോ, ആ സ്റ്റുഡിയോയിലായിരുന്നു എന്റെ സെറ്റ്. ഒരു വലിയ സീനായിരുന്നു. ഒരു കല്യാണം നടക്കുന്ന ഒരു സീനാണ്. ഗോവിന്ദൻകുട്ടി ചേട്ടൻ പ്രൊഡ്യൂസർ കൂടെ വന്ന് ഇത് മുടക്കാൻ വരിക. നസീർ സാറ് ഞങ്ങളൊക്കെ ഒരു റൂംമേറ്റ്സാണ്. ഞങ്ങളും കുറച്ച് സെറ്റ് പോയിട്ട് നമ്മൾ വരുന്നത്. അങ്ങനെ ഇവരുമായിട്ടുള്ള ഒരു സംവാദത്തിലാണ് തുടക്കം. ധൈര്യമുണ്ടെങ്കിൽ വാട. ആരോടാ ചോദിക്കുന്നത്? അന്നത്തെ പ്രഗത്ഭനായ ഈ ഗോവിന്ദൻകുട്ടി ചേട്ടൻ ഇത്രയും കപ്പടാഭിഷേകം വെച്ച് തലയെ കെട്ടുമൊക്കെ കെട്ടി നിൽക്കുന്നത്. നേരിട്ട് ചോദിക്കാൻ വിഷമം തോന്നിയോ ചേട്ടാ? അഭിനയിക്കാണ്, പക്ഷെ പേടി. ചില കണ്ടാലും പേടിയാവും. അപ്പോ ഇന്ന് 2 കൽപ്പിച്ച് ചോദിച്ചു ഇതൊക്കെ പറയുകയാണ്. അത് റിഹേഴ്സലാകുമ്പോൾ 2-3 പ്രാവശ്യം എടുത്തു. ടേക്ക് എടുക്കാൻ പോയപ്പോഴത്തേക്ക് ടേക്ക് പറഞ്ഞു, ടേക്ക് എടുക്കാൻ പോയപ്പോൾ ഇങ്ങനെ പറഞ്ഞു, ഓക്കെ എന്ന് പറഞ്ഞു. എന്തിനാ ഈ റിഹേഴ്സലിന് ഉള്ളിൽ ടേക്ക് എടുത്തു. അറിഞ്ഞില്ല. അപ്പോൾ നാച്ചുറലായി പറ്റും. നല്ലത്. ശരിക്കും ചേട്ടനൊക്കെ വരുമ്പോഴാണ് ഈ പഴയ കാലത്തെ അനുഭവങ്ങളും നസീർ സാറുമായിട്ട്, ജയൻ സാറുമായിട്ട് അത് തുടങ്ങിയിട്ട് ഇങ്ങോട്ട് എത്രയോ പടങ്ങൾ നസീർ സാറായിട്ട്. അപ്പം ഞാൻ ഒരു 10-38 പടം ബ്ലാക്ക് ആൻഡ് വൈറ്റ് അഭിനയിക്കുന്നു നസീർ സാറിൻ്റെ കൂടെയൊക്കെ. അത് സ്പോട്ട് റെക്കോർഡിങ്. പിന്നെ ഒരുപാട് പടങ്ങൾ, ഫൈറ്റ്, അത് ഇത് മറ്റേത് മനസ്സിൽ. ആദ്യം കൂട്ടുകാരനൊക്കെ ആയിട്ടാണ് ഫിലിമിൽ അഭിനയിച്ചു തുടങ്ങിയത്. പിന്നെ ജനാർദ്ദൻ ഒരു വില്ലനായി മാറി. അതേ പറഞ്ഞു, എത്രയോ പറഞ്ഞു. അത് ചീനബേലാണ് ആദ്യത്തെ വില്ലൻ നസീർ സാറിന്റെ കൊടുത്തു. അത് ഫൈറ്റും അതും ഇതും മറ്റത് പ്രശ്നമൊക്കെ ആയിരുന്നു. പിന്നെ അങ്ങോട്ട് ഒരുപാട് വില്ലനായി. ഇത് കാലാന്തരത്തിൽ കുറെ വർഷങ്ങൾ വില്ലൻ ചെയ്ത് ബലാത്സംഗം ചെയ്ത് എല്ലാ പെണ്ണുങ്ങളും വിലാസം. അന്നത്തെ കാലത്തൊക്കെ പ്രേക്ഷകർക്ക് എങ്ങനെയായിരുന്നു ചേട്ടാ വില്ലനോടുള്ള ഒരു അപ്രോച്ച്? നമ്മളോട് കണ്ടാ മിണ്ടില്ല, സംസാരിക്കും. പെണ്ണുങ്ങളൊന്നും അടുത്ത് പുറത്ത് സ്ക്രീനിൽ കാണുന്നത് ചിരിക്ക പോലും ഇല്ലല്ലോ. ഔട്ട്ഡോറിലൊക്കെ പോകുമ്പോ ഈ പെണ്ണുങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ മുഖത്ത് പോലും നോക്കില്ല. പിന്നെ അവിടെ നിന്ന് പിന്നെ ചേട്ടൻ സ്ലോലി 80-90 ആയപ്പോ കോമഡി ചെയ്തു തുടങ്ങി. പിന്നെ വില്ലൻ വിട്ടു തുടങ്ങി. ഇപ്പാണെങ്കിൽ ഒരു ചക്കര മുത്തച്ഛനായി മാറി. അതാ ആ ക്യാരക്ടേഴ്സിന്റെ ഉള്ള ചേഞ്ച് എങ്ങനെയായിരുന്നു? അത് സത്യം പറഞ്ഞാൽ നമ്മൾ അറിയാതെ ഉണ്ടായതാണ്. ഞാൻ അറിഞ്ഞിട്ടില്ല. കോമഡി ചെയ്യണം എന്ന് വിചാരിച്ചിട്ട് ചെയ്തതല്ല. കോമഡി ചെയ്യണം എന്ന് കോമഡി മനസ്സിലിട്ടോട്ട് പോയി കോമഡി അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. അതിനെപ്പറ്റി യാതൊരു ചിന്തകളില്ലായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് മേലെപ്പറമ്പിലാണ് വീട്. രാജസേൻ സാർ. അത് രാജസേന്റെ പടം. അത് രഘുനാഥ് പലേരിയുടെ സ്ക്രിപ്റ്റാണ്.
അപ്പം ഇങ്ങനെ ഇതിനകത്ത് ഇത് എങ്ങനെയാണെന്ന് അറിഞ്ഞില്ല ക്യാരക്ടർ ഒരു കോമഡി ആയിട്ടും ചേഞ്ച് ആയിരിക്കുന്നത്. ഗുളിക തപ്പട അപ്പൊ അവിടുന്ന് ഞാൻ തുടക്കം കുറേശ്ശെ തുടങ്ങി. CBI ഡയറി കുറിപ്പിൽ ഞാൻ ഒരു വില്ലൻ വേഷമാണെങ്കിൽ പോലും അത് ശബ്ദം അതായത് ഡയലോഗ് ഡെലിവറി കംപ്ലീറ്റ് കോമഡി കോട്ടയം ക്രിസ്ത്യാനിയുടെ വെച്ചിട്ട് അത് എല്ലാവർക്കും വളരെ ഇഷ്ടമായി. ഔസപ്പച്ചന്റെ ഒരു ക്യാരക്ടർ. അവിടുന്ന് ഇങ്ങോട്ട് ഒരുപാട് പടങ്ങൾ. പിന്നെ കൈ കിട്ടിയത് ഒന്ന് സിദ്ദിഖിലാന്റെ കൈ. അത് പിന്നെ നോക്കണ്ട എല്ലാം കംപ്ലീറ്റ് കോമഡിയുടെ തലകുത്തി പറഞ്ഞ കോമഡി രാജാവാക്കി മാറ്റി കോമഡിയുടെ. ഒരു ആർട്ടിസ്റ്റിനെ യൂസ് ചെയ്യാനുള്ള അവരുടെ കഴിവാണ്, കാരണം നമ്മുടെ കഴിവല്ല. ഇത് അവര് എന്നോട് പറഞ്ഞിട്ടുണ്ട്. സിദ്ദിഖ് ലാലും പറയും, ചേട്ടന്റെ ഡയലോഗ് എഴുതുമ്പോൾ ഞങ്ങൾ ചേട്ടന്റെ വോയിസിൽ സംസാരിച്ചിട്ട് എഴുതുന്നു. അപ്പൊ എന്ന് പറഞ്ഞ പോലെ അവർക്ക് ഒരു ആർട്ടിസ്റ്റിന്റെ ഇരിക്കുന്നത് ജ്യൂസ് ഔട്ട് ചെയ്തെടുത്തത്. ശരിക്കും അതൊരു ഡയറക്ടറിനാണ് പറ്റുന്നത്, മോർ ദാൻ ഒരു ആർട്ടിസ്റ്റ് അല്ലേ? ഭയങ്കര സംഭവം. അവരുടെ ഒരു ആർട്ടിസ്റ്റ് സ്വന്തമായിട്ട് പെർഫോം ചെയ്യുന്നതിനെക്കാട്ടിലും ഒരു ഡയറക്ടർ അതിനെ എങ്ങനെ യൂട്ടിലൈസ് ചെയ്യണം. അതായത് നമ്മൾ വേറെ വിചാരിക്കുന്നത് കുറെ കൽമണ്ണ് കുറിച്ച് കൊടുക്കുക അതിനകത്ത് ഈ ശില്പിയുടെ അടുത്ത്. അപ്പോ ആ ശില്പി ഇത് ചെയ്യുന്ന അയാളുടെ കഴിവുണ്ടാണ്. കഴിവുണ്ടൊരു കഴിവുണ്ടായിരിക്കും. ഇത് പലരും ചെയ്താൽ പലത് പോലിരിക്കും. അതെ അതെ. ഉദാഹരണത്തിന് ഈ മേലെ ചെയ്ത രാജശേഖരന്റെ CID ഉണ്ണികൃഷ്ണൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വേറെ ഒരുപാട് പടങ്ങളിൽ ഇത് പക്ക കോമഡി ചെയ്തിട്ടുണ്ട്. അത് അറിയാതെ വരുന്നതാണ് സത്യം. ഇതിൽ കൂടുതൽ ഇരിക്കുന്നത് ഞാൻ പറഞ്ഞത് എഴുതുന്നവന്റെ കയ്യിലാണ് ഇതിന്റെ ഒരു പാതി ഇരിക്കുന്നത്. സത്യം. ബാക്കി പാതി ഡയറക്ടർ. നമ്മള് നമ്മുടെ കളിമണ്ണാണ്. സത്യം. നമ്മളെ ഇങ്ങനെ അതിനെ ഒരു കറക്റ്റ് ശില്പമായിട്ട് എടുക്കുക. പിന്നെ ഇതിനകത്ത് വരുന്നത് ഇംപ്രവൈസേഷൻ അവസരമാണ്. ആ സമയത്ത് നമുക്ക് വല്ലതും മനസ്സിലുണ്ടെങ്കിൽ അറിയാതെ ഇതിനകത്ത് വരും, ഇൻവോൾവ് ആയി. ഉദാഹരണത്തിന് കപ്പലല്ലടാ പൊന്നപ്പത്തെ പ്രസ്താവന, അതില് സത്യം പറഞ്ഞാല് ഈ ടേക്ക് എടുക്കുന്ന സമയത്ത് എനിക്ക് തെറ്റിപ്പോയത്. ആദ്യം ഇവരുടെ പേര് തമ്മിൽ തെറ്റി. അപ്പൊ സിദ്ദിഖ് കൂടി ഇത് മതി ഇത് വെച്ച് നമുക്കത് കളി കളിക്കാന്ന് പറഞ്ഞ് അവരെ ഇട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അത് കയറി കൊടുത്തു. കറക്റ്റ്. ചേട്ടൻ വരുന്ന സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പേഴ്സണാലിറ്റിയുടെ കാര്യത്തിൽ ചേട്ടൻ ഒട്ടും കുറവില്ലായിരുന്നു. ടച്ച്വുഡ്. അതുകൊണ്ട് പല പറയുന്നുണ്ട്. അല്ല, അപ്പൊ നായകനാവാൻ ആരെങ്കിലും ചാൻസ് ചോദിച്ചില്ലായിരുന്നു? 2-3 പടത്തിനകത്ത് ആകാനുള്ള സംഭവം വന്നതാണ്. പക്ഷേ അതെല്ലാം ചീറ്റിപ്പോയി. പുള്ളിക്കാരന് ഇഷ്ടമല്ല. അതില് നമ്മള് സമാധാനിക്കുക. എന്നെ വെച്ചിട്ട് കുഞ്ചാക്കോ മുതലാളി ഞാൻ എന്ന് പറഞ്ഞൊരു പടമുണ്ട് തമിഴിൽ. അത് രവിശങ്കറും ജയശങ്കറും കൂടെ അഭിനയിച്ചത്. അപ്പൊ എന്നെ വിളിച്ചിട്ട് അച്ചാരാമണി ഓശാരോമനെ കഴിച്ചിട്ട് ഇങ്ങനെ വിളിച്ച് പറഞ്ഞു, എടോ അടുത്ത പടം താൻ നസീർജി കൂടെ കേട്ടോ എന്ന് പറഞ്ഞു. ഇതെല്ലാം പറഞ്ഞ് ഫിക്സ് ചെയ്ത് നമ്മൾ സന്തോഷമായി അച്ചാരാമണിയുടെ റക്ഷസൊക്കെ കണ്ടു കഴിച്ച് ഞാൻ നേരെ ഹൈദരാബാദിൽ പോയി. തെലുങ്ക് പടം, ശശികട പടം വേറെ ഐവി ശശി അയക്കാരുത് അയാളുടെ പടത്തിന് വേണ്ടി പോയി. അവിടെ ചെന്ന് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഒരു ഫോൺ അവിടെ നിന്നു, കൊച്ചാക്കോ മരിച്ചു പോയി. അപ്പൊ അത് പോയി. വാസുമേനോ എന്ന് പറഞ്ഞിട്ടൊരു പ്രൊഡ്യൂസറുടെ ഡയറക്ടർ ഉണ്ടായിരുന്നു, ഹിന്ദി പടമൊക്കെ എടുത്തിട്ടുണ്ട്. പുള്ളിക്കാരൻ ഇതുപോലെ പടം പ്ലാൻ ചെയ്ത് എന്നെ ഫിക്സ് ചെയ്ത് റെഡിയാക്കി കഴിഞ്ഞ് ഞാനിതുപോലെ ഔട്ട്ഡോറൊക്കെ കഴിച്ച് അവിടെ ചെന്ന് പുള്ളിയെ കാണാൻ വേണ്ടി ചെന്നപ്പോൾ അവിടെ അതിനകത്ത് പോലെ പൂക്കൾ കിടക്കുന്നത്. അത് നമുക്ക് പറഞ്ഞിട്ടില്ലാത്തൊരു സംഭവം. സൗന്ദര്യം മാത്രമല്ല പറ്റിയത്, അതെ സൗന്ദര്യമുണ്ട്, അഭിനയമുണ്ട്, ശബ്ദമുണ്ട്, എല്ലാം. ഇതിനിടെ ഒരു പാർട്ടി പറഞ്ഞ് ശബ്ദം കൊണ്ടുവരാന്ന് ഒരാള്. അപ്പം ഞാൻ ചോദിച്ചു, സാറേ അതെന്തായത് ഒരു നമുക്ക് എന്തെങ്കിലും റെക്ടിഫൈ ചെയ്തെടുക്കാനൊക്കെ. അതെ സ്കൂൾ ഓഫ് ഡ്രാമാസിൽ നിന്നൊക്കെ പഠിച്ചിട്ട് വന്ന മധു എന്ന് പറഞ്ഞിട്ടാണ്. അപ്പം അങ്ങനെയോട് ചോദിച്ചു, അങ്ങനെ പറഞ്ഞു തരും. എൻ്റെ മോഡുലേഷൻസും കാര്യങ്ങളൊക്കെ പുള്ളി പറഞ്ഞു തരും. അപ്പം അത് നമുക്ക് ശരിയാക്കി കൊണ്ടുപോകാൻ അങ്ങനെ പറഞ്ഞു. ഞാൻ അന്ന് ഈ പൊട്ട ജാത് കേട്ടുള്ളത് എന്നെ കർപ്പൂര സ്റ്റുഡിയോയുടെ പുറകിലുള്ള എൻ്റെ വീട്ടിൽ കയറിച്ചത്. അപ്പം പുള്ളിയായിട്ടൊരു പരിചയമുണ്ട്. കാരണം ചെമ്പരത്തിയുടെ പ്രൊഫഷണൽ പ്ലാനറായിട്ട് ഇരിക്കുന്ന സമയത്താണ് സ്വയംവരത്തിൻ്റെ സെറ്റിൽ ഇങ്ങനെ വിളിക്കാനായിട്ട് പോയി. ഒരു ചെറിയ പരിചയമുണ്ട്. അപ്പം ആ ധൈര്യത്തിൽ കയറിച്ചെന്ന് വെച്ചു, ഇതുപോലെ സാറേ ഇങ്ങനെ സംഭവം ഉണ്ടല്ലോ ഈ ശബ്ദത്തിൽ, ഇതാരാണ് ഇതൊക്കെ പറയുന്നത്. നമുക്ക് ഓരോരുത്തർക്ക് ഓരോ ശബ്ദം ദൈവം തന്നിട്ടുണ്ട്. അത് ഒരു കാലത്ത് അത് അക്സെപ്റ്റ് ചെയ്യും, ധൈര്യമായിട്ട് പോകാം.
പഠിക്കവും വേണ്ട, മോഡലേഷൻ മാറ്റവും വേണ്ട, ഒരു ഒന്നും വേണ്ട. ഒരു ഒന്നും വേണ്ട. അങ്ങനെ നമ്മൾ വന്നപ്പോൾ പിന്നെ നമ്മൾ ശബ്ദം അക്സെപ്റ്റ് ചെയ്തു. Correct. നല്ല ശബ്ദമാണ് തോന്നുന്നത്, പുരുഷത്വമുള്ള ശബ്ദമാണ്, നല്ല ശബ്ദമാണ് തോന്നുന്നത്. അത് അക്സെപ്റ്റ് ചെയ്തു. പറഞ്ഞ ആൾക്ക് കുശുമ്പായിരിക്കും ചേട്ടൻ. അല്ല, ഇത്രയേ ഉള്ളൂ സാധനം. ഈ അഭിനയത്തിനെ പറ്റി പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ചേട്ടൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആരായിരുന്നു? സോമൻ എൻ്റെ വലിയ അടുത്തൊരു സുഹൃത്തായിരുന്നു. സുകുമാരനും അതുപോലെ അടുത്തായിരുന്നു. പക്ഷെ സോമനോട് അത്ര അടുപ്പമില്ലായിരുന്നു. വേറെ പ്രത്യേകിച്ച് ക്ലോസ് ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ അങ്ങനെ എല്ലാവരുമായിട്ട് ഒരേ രീതിയിൽ പിറമാറിപ്പോൾ ആളാണ് ഞാൻ. പിന്നെ 2 മക്കള് ലക്ഷ്മിയും രമയാണ്. അവരെന്ത് ചെയ്യുന്നു? സുഖമായിട്ടിരിക്കുന്ന. മൂത്തവൾ ഇപ്പോൾ കുറെ നാളായിട്ട് ആഡ് അഡ്വർടൈസ്മെന്റ് ആണ്. അവർ കുറെ ആഡുകൾ ചെയ്തു. അപ്പൊ അവരുടെ മകൻ ബിസ്പിലാനിൽ പോയി എഞ്ചിനീയറിംഗ് അസൈൻമെന്റാണ്. അവരെ വിടുകയില്ല ജോലിക്ക്. രമയോ? അതേ ഉള്ളൂ കുഴപ്പം. എന്റെ ദൈവം, ഇത് ആദ്യമായിട്ട് കേൾക്കുക, ഒരു അമ്മ കൊച്ചിനെ ജോലിക്ക് വിടുന്നില്ല. അത് പോയി 4 കൊല്ലം എഞ്ചിനീയറിംഗ് പഠിച്ച 26 ലക്ഷം രൂപ അവർക്ക് പഠിച്ചിട്ടുണ്ട്. ആട്ടം നടക്കുന്നു. ചേട്ടനിപ്പം കുറേ ഫിലിമിൽ എത്ര വർഷമായിട്ട് സിനിമയിൽ നിൽക്കുന്നു, എത്രയോ സിനിമകളായി കഴിഞ്ഞു. എനിക്കൊന്നും ഒരു 500+ ആയിട്ടുണ്ടാവും അല്ലേ? 600 ഇതിൽ ഏത് കഥാപാത്രമാണ് ചേട്ടന് ഇഷ്ടമെന്ന് ചോദിച്ചാൽ ഞാൻ ചോദിക്കുന്ന മണ്ടത്തരായും. എന്നാലും ചേട്ടന് മനസ്സിൽ ഇഷ്ടമുള്ളവരുടെ അങ്ങനത്തെ ഇഷ്ടമല്ല. എനിക്ക് സെന്റിമെന്റ്സ് ഒക്കെ ഉള്ള ചില അപൂർവ ഈ ധ്രുവത്തിലെ വേഷങ്ങളെ പോലൊക്കെ ചില വേഷങ്ങള് നമുക്കത് ഉള്ളിൽ കൊള്ളുന്ന സാധനം. ചേട്ടന് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഒരു കഥാപാത്രം ചെയ്തായിരുന്നോ? ആഗ്രഹം ഉണ്ടായിരുന്നേ? ഇല്ല, അത് ഇതുവരെ നടത്തിട്ടില്ല. അതെനിക്ക് പോലും അറിയില്ല. എന്നാൽ ഇത്രയും കഥാപാത്രം ചെയ്യുമ്പോ ഇത് എനിക്ക് നല്ലതായിരുന്നു, ചെയ്യാമായിരുന്നു അതിൽ തോന്നിട്ടില്ല. വേറൊരാൾ ചെയ്ത സാധനം നമ്മൾ ചെയ്താലും അങ്ങനെ ഒരു സംഭവം ചിന്ത ഉണ്ടായിട്ടേ അല്ല. അപ്പൊ ചേട്ടനെ പറയുന്ന പോലെ ചേട്ടന് TV കാണുന്ന ഒത്തിരി കുറവാന്നൊക്കെ പറഞ്ഞു. ബുക്ക് വായിക്കാൻ ഒരുപാട് ഇഷ്ടമാണ്. തിയേറ്ററിൽ പോയി സിനിമ കാണാറില്ല. സർവമായ കണ്ടില്ലേ? തിയേറ്ററിൽ പോയി സിനിമ കാണില്ല, TV കാണില്ല, മൊബൈൽ എടുത്ത് വെച്ചിട്ട് അനാവശ്യമായിട്ട് ജനകൂടെ സംഭവം ഒന്നുമില്ല. ഇതൊന്നും ഇഷ്ടമല്ല ഉള്ള കാര്യം. പേപ്പർ വായിക്കും ഇഷ്ടം പോലെ. കിട്ടാവുന്ന പേപ്പർ മുഴുവൻ വായി, കിട്ടാവുന്ന പുസ്തകം മുഴുവൻ വായി. അപ്പൊ അതിനകത്തുള്ള ഏതെങ്കിലും ഒരു കഥാപാത്രം, അതായത് ബുക്കുകൾ വായിക്കുമ്പോൾ ഉണ്ടാവുന്ന ചില കഥാപാത്രങ്ങൾ ഉണ്ടാവൂലേ, അതൊക്കെ ചേട്ടന് ആഗ്രഹം ഉണ്ടാവൂലേ? ഇന്ന പോലത്തെ ഒരു കഥാപാത്രം ആഗ്രഹം ഉണ്ടായിട്ട് കാര്യമില്ലല്ലോ, ചെയ്യണ്ടേ, ചെയ്യാൻ പറ്റണ്ടേ, അങ്ങനെ ഒരെണ്ണം വരണ്ടേ? വരണം. അല്ലെ നമ്മൾ തന്നെ പ്രൊഡ്യൂസ് ചെയ്യാന്ന് പറഞ്ഞാൽ നടക്കുന്ന കേസാണ്. അത് നേരെ അതേ ഉള്ളൂ. ചേച്ചി ഭയങ്കര സപ്പോർട്ടായിരുന്നു അല്ലേ ചേട്ടന്റെ അഭിനയത്തിലൊക്കെ? അല്ല, അഭിനയിക്കുക വെച്ചാൽ അതല്ലേ വരുമാനം, വേറെ വരുമാനമില്ലല്ലോ. നമ്മള് ഇത് തൊഴിലായിട്ട് എടുത്ത വ്യക്തിയാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ വേറെ നമുക്ക് സെലക്റ്റീവ് ആകാൻ പറ്റിയിട്ടില്ല. അതെന്താ സെലക്റ്റീവ് ആകാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അഭിനയം നമ്മുടെ തൊഴിലായി എടുത്തുകൊണ്ട് ഇതിൽ നിന്ന് കിട്ടുന്ന ഇൻകം കൊണ്ടാണ് നമ്മൾ കഴിച്ചുകൊണ്ടിരുന്നത്. ഇല്ല, വീട് പട്ടിണിയാവും, നമ്മൾ പട്ടിണിയാവും. അതുകൊണ്ട് കിട്ടുന്ന വേഷം ചെയ്യാന്ന് തരുന്ന കാശ് വാങ്ങിക്കുക. നിങ്ങൾക്കൊന്നും അറിയില്ല അന്ന് കിട്ടിക്കൊണ്ടുവന്ന കാശ് എത്രയാണെന്നറിയാമോ? അസോസിയേറ്റ് ഭാഷകാരൊക്കെ ഫോണിൽ വിളിക്കും, മിസ്റ്റർ ജനാർദ്ദനൻ. സാറേ എന്താ സാറേ? അത് മിസ്റ്റർ ജനാർദ്ദനൻ ഒരു 2000 രൂപയുടെ വേഷമുണ്ട്, അത് ചെയ്യുമോ? ചെയ്യാം സാർ, സാറ് പറഞ്ഞാൽ ചെയ്യാം. പോയി ചെയ്യും. നമ്മൾ കുറെ കാര്യങ്ങൾ ബന്ധങ്ങളുടെ പേരിൽ കമ്മിറ്റഡ് ആവും അല്ലേ ചേട്ടാ? അത് ബന്ധത്തിന്റെ അല്ല, ഇതിപ്പോ അങ്ങനത്തെ വെച്ചാല് മാക്സിമം ചെലവ് ഒരു പടത്തിന് വരുന്ന 15 രൂപ 18 രൂപ 15,000. അല്ല 15 lakhs അവരെ പോകും. 15 അല്ല മാക്സിമം അത്രേ അധികം ഉള്ളൂ. അതിനപ്പുറം 10 പേരുടെ ബജറ്റ് ഇല്ല. പക്ഷെ അതിനകത്ത് ആർക്കും ഒരു കുഴപ്പമില്ലാതെ ഈ പുള്ളിക്കാരൻ 1 രൂപ ഒരാൾ കൊടുക്കാനില്ല. എല്ലാം അപ്ഡേറ്റ്, സകലതും അപ്ഡേറ്റ്. അതേപോലെ ചേട്ടൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ചേട്ടൻ്റെ വീട്ടിലൊക്കെ ചെല്ലുമ്പോൾ നിറച്ച് ഭക്ഷണവും കാര്യങ്ങളും ഒക്കെ ചേച്ചി ഇഷ്ടം പോലെ ഉണ്ടാക്കി തരുമായിരുന്നു. ചേട്ടൻ ഇപ്പോഴും ഭയങ്കര ഫുഡി ആണെന്നോ? ഇഷ്ടമാണോ? പണ്ട് കാലത്തൊക്കെ മീൻകറിക്ക് ഉപ്പ് കൂടിയ എരിവ് കൂടിയ അങ്ങനെ നോക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. ഞാൻ ഉണ്ടാക്കും, എല്ലാം ഉണ്ടാക്കും, സകല ഡിഷ് ഞാൻ ഉണ്ടാക്കും. അവിടെ ഉപ്പ് പുളി എരിവ് ഒക്കെ കറക്റ്റായിട്ട് അറിയാം. കറക്റ്റായിരിക്കും, നമ്മൾ തന്നെ ഉണ്ടാക്കുക. ഇവനെയൊക്കെ നമ്മുടെ കൂടെയുള്ള ആളില്ലേ, അവനെയൊക്കെ ഇത് കാണിച്ചു കൊടുത്ത് ഒരുപാട് സാധനം പഠിപ്പിച്ചു വെച്ചിട്ടുണ്ട്. അത് ശരി. അപ്പൊ ഞാൻ 2 ദിവസം ക്ലാസ് എടുക്കാൻ വരാം, എനിക്കും കൂടെ പഠിപ്പിച്ചു തരുമോ നാടൻ ഭക്ഷണം? ഫോൺ ചെയ്ത് പറഞ്ഞുതരാം. അപ്പൊ ഒരു കാര്യം ചെയ്യാം, എനിക്കും എന്റെ പ്രേക്ഷകർക്കും വേണ്ടി ജനാർദ്ദന്റെ സ്പെഷ്യൽ റെസിപ്പി ഒരു പ്രാവശ്യം ഞങ്ങൾക്ക് പങ്കുവെക്കണം. ഞാനിവിടെ ഷോയിൽ ചെയ്യാം, പറഞ്ഞുതരുമോ? ഓക്കെ. അപ്പൊ ഇന്ന് എന്നാ ചെയ്യുന്നറിയോ? എന്നോട് പറഞ്ഞു മട്ടനാ ഏറ്റവും ഇഷ്ടമെന്ന്. അപ്പൊ ഇവിടെ എന്തൊക്കെയാ മട്ടനാ ഉള്ളത്? പല തരം മട്ടൻ എന്നൊക്കെ പറഞ്ഞു. കടയിൽ പോയി ഈ പറഞ്ഞ മട്ടൻ ഒക്കെ പറഞ്ഞു. പക്ഷെ എനിക്ക് ഏതാ കിട്ടിയെന്ന് പോലും അറിയാൻ മേല. പക്ഷെ ഞാനിവിടെ ഒരു മട്ടൻ കറി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, നമുക്കൊന്ന് കഴിച്ചു നോക്കിയാൽ. കുറ്റവും കുറവും ഒക്കെ അപ്പ പറയുന്ന ഒരു വ്യക്തിയാണ്. അല്ലാതെ മട്ടൻ ഞാൻ പറഞ്ഞിരുന്നത് റോസ്റ്റ് ഇഷ്ടമുള്ള ഓപ്ഷൻ പറഞ്ഞിട്ടുണ്ട്.
ഒരു റോസ്റ്റ് പറഞ്ഞിട്ടുണ്ട്, ഒരു സ്റ്റൂ മട്ടൺ പറഞ്ഞിട്ടുണ്ട്. ഇത് റോസ്റ്റ് പോലെ ചെയ്ത അതായിരിക്കും നല്ലത്. അതെ. അത് ആടിനെ പറ്റി പറയാൻ കാര്യം വെച്ചാല് ഇന്ന് നമുക്ക് കിട്ടുന്ന, നിങ്ങൾക്ക് ആർക്കും അറിയാൻ പാടില്ല, ഇന്ന് നമുക്ക് ഇവിടെ കിട്ടുന്ന ആട് കോലാടെന്ന് പറയും. അതായത് നീണ്ട് ഇങ്ങനെ എന്റെ പ്രേക്ഷകരെല്ലാം ശ്രദ്ധിച്ചു കേട്ടോണേ, ഇത് വളച്ചു കിടക്കും, കാത് താഴോട്ട്. അത് ഗുജറാത്തിൽ നിന്ന് വരുന്ന ആടുകളാണ്. അതാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. അത് ലക്ഷക്കണക്കിന് വന്നുകൊണ്ടിരിക്കുകയാണ്. കോലാട് ഇങ്ങനെ ഇരിക്കും കോലാട്. നമുക്കിവിടെ കിട്ടുന്നത് പറയുന്നത് നാട്ടാടെന്നാ പറയുന്നത്, നമ്മുടെ ആട്. ആ ആടിന് അത് പ്രത്യേക രുചിയാണ്. അതും ഈ മുട്ടനാടിനെ ഒരു സ്വാദ്. മുട്ടനാട് നല്ല മുട്ടനാട്, അതായത് ഒരുപാട് പ്രായം ചെയ്യില്ലാത്ത മുട്ടനാടാണ്. അതിനെ കൊണ്ടാണ് സൂപ്പൊക്കെ ഉണ്ടാക്കുന്നത്. അത് മാംസസാധനമൊക്കെ ഉണ്ടാക്കുന്നത് അങ്ങനെയാണ്. എന്റെ ചേട്ടാ, ഇതിപ്പോ കടയിൽ പോയി ചെന്ന് നമ്മൾ ഈ മുട്ടനാടും നാട്ടാടും ഒക്കെ ചോദിച്ചാലും ഇവ മുറിച്ചു തരുന്ന കോലാടാണോ ഇപ്പം ചെറിയ മൂരിക്കൂട്ടരുത്, മൂരി അതൊക്കെ ചേർക്കുന്നത് അത് കണ്ടറിയാം. മറ്റേ അതെങ്ങനെ അറിയുന്നത്? മുറിച്ചു തന്നാ തിരിച്ചറിയുന്നത് എങ്ങനെയാ? എല്ലില്ലേ, ഈ ഞാൻ പറഞ്ഞ ഈ കോലാടിന്റെ ഒക്കെ എല്ല് വലുതായിരിക്കും, നമ്മുടെ ആടിന്റെ എല്ല് ചെറുതായിരിക്കും. അപ്പൊ ഇനിയിപ്പൊ ചിന്തിച്ചോണേ, ദൈവമേ കടയിൽ ചെന്നിട്ട് ചീത്ത കേൾക്കാതിരുന്നാ മതി. എന്നാലും നമ്മുടെ ഉള്ളിൽ ഈ ഒരു അറിവ് കിടക്കുന്നത് നല്ലതാ. ഇനിയിപ്പോ എന്തായാലും ചേട്ടൻ ഞാൻ ആ മട്ടൺ റോസ്റ്റ് ഉണ്ടാക്കി നമുക്കൊന്ന് പോയി കഴിച്ചാലോ? ശരി, എന്നാ വരണം, നമുക്ക് പോയി കഴിക്കാം. ഇതാണ് ഞാൻ ഉണ്ടാക്കിയ മട്ടൻ കറി. ഞാൻ വിളമ്പി തരട്ടെ? കുറച്ച് ഇതല്ലേ? അയ്യോ, പക്ഷെ അത് ദശ കുറവാ. ദശയുടെ അല്ല, ഇത് ഞാൻ പറഞ്ഞ സാധനം തന്നെ. ഏതാ? കോലാടാണോ? മേടിച്ച ആളോട് ഞാൻ ഇനി പറയാം. ഞാൻ പറഞ്ഞുതരാം. ഇത് കണ്ടതേ വേണ്ട, എല്ലാരും ശ്രദ്ധിച്ചോട്ടോ. അല്ല, ഇത് നിങ്ങൾ നോക്കിയാൽ നമുക്ക് നമ്മുടെ ആടാണോ കോലാടാണോ അറിയത്. നമ്മുടെ ആട് ഇതിന്റെ പാതി വണ്ണവേ ഉണ്ടാവും. അതാണ് അറിയണത്. ഇനിയിപ്പോ എല്ലാരും അത് ശ്രദ്ധിച്ചോ. ഇതിപ്പോ ചീത്തയാന്നല്ല, പക്ഷെ രുചിക്കുറവുണ്ടായിരിക്കും അല്ലേ? ഒരുപാട് വ്യത്യാസം. എന്റെ തമ്പുരാനെ, ഇനി എന്റെ കറിക്ക് രുചിക്കേടായിരിക്കും. കുറ്റം പറയാലോ. ഈ നിറം ഒരിക്കലും നമ്മുടെ മട്ടൺ ഉണ്ടാവില്ല. ഈ കറുപ്പല്ലേ? ഈ കറുപ്പിൽ നമ്മുടെ മട്ടൺ തന്നെ ചുമന്നായിരിക്കും. നല്ല ചുമന്നല്ല. അപ്പൊ മേടിക്കുമ്പോ നല്ല ചുമന്നായിരിക്കും ഇരിക്കുന്നത്. ചുമന്നല്ല, വെളുത്തായിരിക്കും, നല്ല വെള്ളം. അപ്പൊ ഇനിയിപ്പോ ഞാൻ എന്റെ കറി ചീത്തയാണെങ്കിൽ നമുക്ക് കോലാടിനെ കുറ്റം പറയാതെ. അതിപ്പോ ആരുടെ കുറ്റമല്ലല്ലോ, ആടിന്റെ കുഴപ്പാ, എന്റെ കുഴപ്പമല്ല. ഇപ്പൊ നമ്മളെല്ലാരും വീട്ടിൽ മട്ടൺ വാങ്ങിക്കുമ്പോ ചേട്ടന്റെ ഈ ഒരു നല്ല ഉപദേശം. പക്ഷെ ഞാനും ഇപ്പോഴാട്ടോ ഇതൊക്കെ അറിയുന്നത്. ഇത് ഈ ഗ്രേവി നല്ല ഗ്രേവിയാണ്. താങ്ക് യു. ഇനി ആടിന്റെ ആടിന്റെ കുഴപ്പം. പിന്നെ മുമ്പായിരുന്നു എനിക്ക് വലിയ ഗ്രേവി ഇഷ്ടം, ഇപ്പൊ എരിവ് കുറയ്ക്കണം അല്ലേ? ഓക്കെ. ചേട്ടന് ശരിക്കും മലബാർ സൈഡിൽ നിന്നൊക്കെ ഇഷ്ടംപോലെ ഭക്ഷണമൊക്കെ പല ഡിഫറെന്റ് ആയിട്ട് കഴിച്ചിട്ടുണ്ട്. ഞാൻ കഴിക്കാത്ത ഭക്ഷണം. സത്യം, എന്തെല്ലാം കോമ്പിനേഷൻസ് അല്ലേ? മലബാർ സൈഡിനെ വെല്ലാൻ ഞങ്ങൾ ആരുമില്ല. എന്ത് ടേസ്റ്റ് അവരുടെ ഭക്ഷണം. കോഴിക്കോടുകാരൻ്റെ തലശ്ശേരിക്കാരൻ്റെ ബിരിയാണിയെ വെല്ലാൻ അത് ദം ബിരിയാണി ഉണ്ടത്, അടുപ്പിലിട്ട് ഉണ്ടാക്കുന്ന, മുകളിലും താഴെ തീയിട്ടുണ്ടാക്കണം. നമുക്ക് സ്വപ്നം കാണാം. സത്യമാ ചേട്ടാ, അവരുടെ ആ ഒരു ഭക്ഷണത്തോടുള്ള ഒരു ഇഷ്ടം, ആ നിറവ്, ഇതെല്ലാം ഞാൻ പൂർണ്ണമായി സമ്മതിച്ചു. അവർക്ക് ഇത് ഉണ്ടാക്കി കൊടുക്കാനുള്ള അവരുടെ ഒരു മനസ്സ്, അതാണ് ഞാൻ പറഞ്ഞത്, ആ നിറവ്. സത്യം, ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഇന്ന് നമ്മൾ അവിടുന്ന് കഴിക്കുന്ന ആഹാരമല്ല നാളെ കിട്ടുന്നത്, അത് വേറൊരു വെറൈറ്റിയാ. തമ്പുരാൻ അനുഗ്രഹിച്ചു കൊടുത്ത കഴിവ് എല്ലാവർക്കും. സത്യം, ബിരിയാണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം ഒരുപോലെ വേവും. കറക്റ്റാ, കഷ്ണവും വേവും, അതും വേവും, അരിയും വേവും. പക്ഷേ ചോറ് വേർതിരിച്ചെടുക്കാം. സത്യം, കുഴഞ്ഞു പോത്തൂല.
നമ്മള് ചെയ്യണതില് കുഴഞ്ഞ് ഒരു ബൗളിനകത്താക്കി എടുക്കാം. പിള്ളപ്പോലെ സത്യം, അതൊക്കെ തമ്പുരാൻ ഒരു കഴിവാണ്. അതൊക്കെ ജനാചരണം പറഞ്ഞ പോലെ ഒരു ആർട്ടിസ്റ്റിന് എങ്ങനെ തമ്പുരാൻ ഒരു കഴിവ് തന്നിരിക്കുന്നു, ഇൻബോൺ കഴിവ് തന്നിരിക്കുന്നു എന്ന് പറഞ്ഞ പോലെയാണ് സത്യം അവരുടെ കൈകളിൽ തമ്പുരാൻ അനുഗ്രഹിച്ചു കൊടുത്തിരിക്കുന്നത്. തലശ്ശേരിക്കാരുടെ അതുപോലെയാണ്. തലശ്ശേരി ഞാനിവിടെ എറണാകുളത്ത് താമസിച്ച് കഴിഞ്ഞിട്ട് എൻ്റെ ഒരു 10-12 കൂട്ടുകാരുടെ കല്യാണം, മക്കളുടെ കല്യാണത്തിന് തലശ്ശേരി നഗറിൽ വന്നിട്ട് ബിരിയാണി അവരുണ്ടാക്കിയിട്ടുണ്ട്. ബിരിയാണി മാത്രമല്ല മറ്റുള്ള ഐറ്റംസ് എല്ലാം ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ഗ്രേവിയും കാര്യാദികളും ചേരുപോലും കാര്യാദികളും ഒക്കെ മനോഹരമായിട്ടുണ്ട്. ആട് മാത്രം കോലാണ്. കോല ടൈപ്പ് ചെയ്യാം. എന്നാ നമുക്ക് കോലനോടൊന്ന് ക്ഷമിച്ചേക്കാല. പിന്നെ എന്നാ എടുക്കാനൊക്കെ ചേട്ടാ, ഞാൻ ഇനി തെറ്റുതല്ല, ഇനി തെറ്റുകയല്ല. ഞാനായതുകൊണ്ട് തിരുത്തി കണ്ടുപിടിച്ചത്. സത്യം, അല്ലാത്ത ആർക്കും അറിയാമല്ല കേട്ടോ. അത് വലിയ പാടാ. സത്യ നമ്മുടെ സിനിമാ ഭക്ഷണം ഭയങ്കര ഇഷ്ടല്ലേ ചേട്ടാ? നമ്മുടെ സിനിമയിലെ നല്ല ഫുഡാ. അതാ ശരിക്കും ആർക്കെങ്കിലും എപ്പോഴെങ്കിലും ഒരു ചാൻസ് പ്രൊഡക്ഷൻ ഫുഡ് കഴിക്കാൻ കിട്ടുവാണെങ്കിൽ കഴിച്ച് ടേസ്റ്റ് ചെയ്ത് നോക്കണം. അത് പറയുമ്പം ഭയങ്കര അല്ല, പക്ഷെ എന്നാലും അതിനൊരു പ്രൊഡക്ഷന്റെ ഫുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് വേറെ കാര്യമാണ്. അത് ആടി നോക്കിയിട്ടുണ്ട് എത്ര ടൈപ്പ് ഫുഡ് ഉണ്ടാക്കുന്നത്. ഓരോരുത്തർക്കും ഓരോ ടേസ്റ്റിൽ ഓരോ രീതിയിലാണ് ഫുഡ് ഉണ്ടാക്കുന്നത്. ചിലർക്ക് ഗോതമ്പ്, ചിലർക്ക് മറ്റത് മറ്റത് ആ ഡിഫറെന്റ് ടൈപ്പിലുള്ള ഫുഡുകൾ അവരുണ്ടാക്കും. അതെല്ലാം ടേസ്റ്റി എല്ലാം നല്ല ടേസ്റ്റ് ആയിരിക്കും. പക്ഷെ എനിക്ക് ഏറ്റവും സന്തോഷം എന്താ അറിയോ, എന്റെ ഷോയിൽ ജനാർദ്ദൻ ചേട്ടൻ വന്നില്ല. എനിക്ക് ഭയങ്കര സന്തോഷം. അത് വിളിച്ചാൽ വരുമല്ലോ. എനിക്ക് ഭയങ്കര സന്തോഷം ചേട്ടാ. എനിക്ക് ഭയങ്കര നിറവുണ്ട് സത്യം. വിളിച്ചാൽ വരുമല്ലോ. അതറിയാം ചേട്ടാ, അറിയാം. സന്തോഷം. എനിവേ എന്തായാലും ചേട്ടാ സർവമായ പോലെ ഞങ്ങൾ ഇഷ്ടം പോലെ ക്യാരക്ടേഴ്സ് ചേട്ടനെ പ്രതീക്ഷിച്ചു. വരട്ടെ. മാത്രമല്ല ഞാനിപ്പോ അങ്ങോട്ട് പറയാ വെച്ചാല് ഷാജിക്കും കുട്ടികൾക്കും നിൽക്കുമെല്ലാം ദൈവം ഈ വർഷം നല്ലത് വരുത്തട്ടെ. ഈ തിരക്കിന്റെ ഇടയിൽ വന്നേലും സോ താങ്ക്ഫുൾ. താങ്ക് യു ചേട്ടാ. ഇതാണ് ജനാർദ്ദൻ ചേട്ടൻ. സത്യം എന്റെ ഏട്ടന്റെ ഫസ്റ്റ് മൂവി തൊട്ട് ഉണ്ടായ ബന്ധമാണിത്. ദൈവം അനുഗ്രഹിച്ച് അങ്ങനെ തന്നെ നിലനിന്ന് പോട്ടെ. ചേട്ടന്റെ അനുഗ്രഹം എപ്പോഴും എന്റെയും എന്റെ കുടുംബത്തിന്റെയും കൂടെ എപ്പോഴും ഉണ്ട്. അത് ഉറപ്പാണ്. ഇനി എനിക്ക് സംശയമില്ല. എന്തായാലും ചേട്ടൻ എൻ്റെ ആനീസ് കിച്ചണിൽ വന്നു, നിറവോട് എന്നോട് ഒത്തിരി നേരം സംസാരിച്ചു. ചേട്ടന്റെ സാന്നിധ്യം പോലും എൻ്റെ ആനീസ് കിച്ചണിൽ ഭയങ്കര നിറവാണ്. എനിവേ താങ്ക് യു വെരി മച്ച് ചേട്ടാ. ഓക്കെ, ഇനി എൻ്റെ പ്രേക്ഷകരുടെ അടുത്ത അതിഥികളും അടുത്ത വിശേഷങ്ങളും പുതിയ വിഭവങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. Till then, goodbye. Annie's Kitchen. Let's cook with love.